ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ യാത്ര വട്ടവടയിലോട്ടാണ്. വട്ടവട ടൗണിലെത്തി. ഇനി ഒരു ജീപ്പ് സഫാരിയാണ് ചെയ്യുന്നത്. ഏകദേശം 2000 രൂപ വരുന്നുണ്ട്. 2500, 2000, 1500 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. ജീപ്പുകാരനോട് ചോദിച്ചപ്പോൾ 6 സ്പോട്ടാണ് അവർ പറഞ്ഞത്. നായാട്ട് സിനിമയിലെ ഷൂട്ടിംഗ് പോയിൻറ്റും പിന്നെ സ്ട്രോബെറിയുടെ തോട്ടവും അതോടൊപ്പം തന്നെ വാട്ടർഫോള്, അങ്ങനെ 3-4 സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് വണ്ടികൾ എടുത്ത് പരമാവധി ഈ പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോകാണ്ടിരിക്കലാണ് നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വട്ടവട എന്ന് പറഞ്ഞാൽ കൂലൂർ വരെയാണ് നല്ല റോഡ്. അത് കഴിഞ്ഞാൽ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. കാറ് പോവില്ല. മെയിനായിട്ട് ഇവിടെ എടുക്കുന്നത് ജീപ്പ് സവാരിയാണ്. ജീപ്പ് സവാരിക്കാണെങ്കിൽ 2500 രൂപയാണ് പാക്കേജ്. ഒരു 7 പ്ലേസ് ഉണ്ട് കാണാനായിട്ട്. നേരെ പോവുകയാണെങ്കിൽ നായാട്ടുപുറം ഷൂട്ടിംഗ് പോയിൻ്റ് ഉണ്ട്. ദൂരത്ത് കാണുന്ന ഒരു വെള്ളച്ചാട്ടം, പിന്നെ ട്രൈബൽ വില്ലേജിൻ്റെ ഒരു ഏരിയ, അതേപോലെ പാമ്പാടും സൊലയിൽ ഉൾപ്പെടുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു 3 ഏക്കർ സ്ട്രോബെറി ഫാമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത് കാണുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഹണി മ്യൂസിയം ഉണ്ട്. അത്യാവശ്യം കൃഷിത്തോട്ടങ്ങളുണ്ട്. പിന്നെ അതേപോലെ പഴവർഗ്ഗങ്ങളാണെങ്കിൽ പാഷൻ ഫ്രൂട്ട്, സീത്താപ്പഴം, മരത്തക്കാളി, ഇതൊക്കെ ഫ്രഷായിട്ട് മേടിക്കാൻ കിട്ടും. ഇതാണ് വട്ടവടയിൽ മെയിനായിട്ട് കാണാവുന്ന സ്ഥലങ്ങളല്ലേ. ജീപ്പ് സവാരി എടുത്താൽ എല്ലാം കറങ്ങാൻ പറ്റത്തുള്ളൂ. എത്ര മണിക്കൂറാണ് ഈ ജീപ്പ്? മാക്സിമം വണ്ടിക്കാണെങ്കിൽ 2 മണിക്കൂറാണ്. സ്പെൻഡിങ് സമയം നിങ്ങളുടെ എത്ര മണിയിൽ സ്പെൻഡ് ചെയ്യാം? എങ്ങനെയാലും മാക്സിമം വെച്ചാൽ 2-3 മണിക്കൂർ, 3.5 മണിക്കൂർ വരെ മാക്സിമം ചെയ്യാവുന്ന. നല്ല തണുപ്പാണ് കേട്ടോ. നല്ല കോടയാണ്. നല്ല തണുപ്പ്, നല്ല തണുത്ത കാറ്റാണ്. സ്ട്രോബെറി തോട്ടത്തിലെ സ്ട്രോബെറി ഒക്കെ കാണിച്ചു തരാം. ഏകദേശം 3 ഏക്കർ സ്ഥലത്താണ് ഈ സ്ട്രോബെറി കൃഷി ചെയ്തേക്കുന്നത്. ഇതുവരെ നോക്കിയിട്ട് സ്ട്രോബെറി ഒന്നും കണ്ടില്ല. സ്ട്രോബെറി പൂവ് കിട്ടുന്നുണ്ട്. സ്ട്രോബെറി ഉണ്ടോയെന്ന് കേട്ടാതെ. സ്ട്രോബെറി ആയി വന്നുള്ളൂ കേട്ടോ. ചെറിയ രീതിയിൽ ചെറിയ സ്ട്രോബെറികളാണ് ഞാൻ കാണിച്ചു തരാം. വേണ്ട, പൂവിട്ട് ഒന്ന് ചെറിയ സ്ട്രോബെറികളാണ്, വലുതായിട്ടില്ല. ഒരു ചെറുത് പറഞ്ഞ പഴുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം സ്ട്രോബെറി വലുതായിട്ടുണ്ട്. ഇപ്പം കാണിച്ചു തരാം. സ്ട്രോബെറി പൂവിട്ട് ചെറിയ കായ്കളായിട്ടുള്ളൂ, അങ്ങനെ വലുതൊന്നും ആയിട്ടില്ല. നമ്മളിപ്പോൾ വന്നത് ഇത്തിരി ലൈറ്റായാണ് വന്നത്. 5 മണി കഴിഞ്ഞ്. അപ്പോൾ ഇതുകൊണ്ട് ഇവിടുത്തെ വിൽക്കുന്ന ഇതൊക്കെ പൂട്ടിയൊക്കെയാണ്. ഇവിടെയാണ് സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. സ്ട്രോബെറി സ്റ്റോറേജ് ചെയ്ത് വെക്കുന്ന സ്ഥലം, വിൽപ്പന കാര്യങ്ങൾ, ഇവിടെ ജാമ് കാര്യങ്ങൾ എല്ലാവരും ഉണ്ട്. പുതിയത് പ്ലാൻ ചെയ്തേക്കുന്നതാണിത്. രുചിച്ച് നോക്കാനുള്ള ഒരു സ്ട്രോബെറി പോലും കിട്ടിയില്ല. ഇനി ഏകദേശം ഒരു മാസം പിടിക്കുമ്പോഴേക്കും ഏകദേശം സ്ട്രോബെറി ആവുന്നു. ഇപ്പോൾ ഉള്ള സ്ട്രോബെറി ഒക്കെ പറിച്ച് കഴിഞ്ഞു നിലവിലെ പുതിയത് വെച്ചേക്കായിരുന്നു. ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ ആ ഭാഗത്ത്. ഇതൊക്കെ സ്ട്രോബെറി ഏകദേശം എടുത്ത് കഴിഞ്ഞതായിരിക്കണം. നിലവിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സ്ട്രോബെറി കാണാൻ പറ്റിയില്ല. നല്ല തണുപ്പൊട്ടി. പിന്നെ സ്ട്രോബെറി പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെയാണ്. സെപ്റ്റംബർ ഓഗസ്റ്റ് മാസങ്ങളിലാണ് സ്ട്രോബെറി ഉള്ളത്. വാട്ടർഫോളിന്റെ എൻട്രി ടൈമാണിത് ഈ കാണുന്നത്. വാട്ടർഫോളിലായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് നടക്കാണ്ട്. 10 മിനിറ്റ് എന്ന് പറഞ്ഞ് അതെ അറ്റത്താണ് അവിടെ എത്തുക. ഇവിടുന്ന് വാട്ടർഫോളിലിട്ട് വരുമ്പോൾ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ സൂക്ഷിച്ചൊന്നും ഇറങ്ങും കേട്ടോ. സൂക്ഷിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഈ വഴിയിലൂടെ ഇങ്ങനെയായിട്ട് നടന്നാണ് പോകണം. ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. സൈഡിൽ ചെറിയൊരു അരുവിയുണ്ട്. വെള്ളം പോകണ ചെറിയൊരു തോട്. വാട്ടർഫോളിൽ അടുത്തിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സൗണ്ട് കേൾക്കല്ലേ? വാട്ടർഫോളിലാണ് എത്താറായി എത്തിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നു വട്ടവട
ജീപ്പ് സഫാരിയിലെ മെയിൻ ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നു ഈ വാട്ടർഫോൾ ആണ് കേട്ടോ. നമുക്ക് ആദ്യത്തെ വ്യൂ പോയിന്റ് മേന് നോക്കുമ്പോൾ തന്നെ ഈ വാട്ടർഫോൾ കാണാൻ പറ്റും കേട്ടോ. അതാണ് ആദ്യത്തെ ഷൂട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ ഭാഗം. അവിടെ നോക്കുമ്പോൾ ഏകദേശം ഈ വാട്ടർഫോൾ കാണാൻ പറ്റും. അങ്ങനെ 5ാമത്തെ ലൊക്കേഷനായ വാട്ടർഫോളും കണ്ടു. ഇനി അടുത്ത് ഹണി ഫാമാണ്. അതുകൂടി കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ട്രിപ്പ് തീരെയാണ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ലൊക്കേഷനായ ഹണി മ്യൂസിയത്തിലാണ് എത്തിയേക്കുന്നത്. രാത്രിയായി ഇവിടെ എത്തിയപ്പോൾ. ഹണി മ്യൂസിയത്തിൻ്റെ എൻട്രിയാണ്. ഇതിൽ എൻട്രി ഫീസ് 50 രൂപയാണ് ഒരാൾക്ക്. ടിക്കറ്റ് കൗണ്ടർ കൂടി ഉണ്ട്. അങ്ങനെ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് റെസ്ട്രിക്ഷൻ ഏരിയയാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് എല്ലാ തേനിൻ്റെയും ഡിഫറെൻറ്റ് തേനുകൾ ഏകദേശം ഒരു 30ഓളം ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള തേനുകളുടെ ടേസ്റ്റ് ഒക്കെ തരും. നമുക്ക് ഇവിടെ ഒന്ന് വാങ്ങാം. ചെറുതേൻ, വണ്ടേൻ തൊട്ട് ആട് മുകളിലായിട്ട് ഏതാണ്ടൊക്കെ തേനുകളുണ്ട്. മനസ്സിലായില്ല, ഏതാണ്ടൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ എന്താ പറയാ, ലെമൺ, തുളസിയുടെ അങ്ങനെയൊക്കെ ഓരോ ഫ്ലേവർ വെച്ചിട്ടുള്ള തേനുകളൊക്കെ ഉണ്ട്. കൂടാതെ ഇവിടെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചോക്ലേറ്റ്സ്, കാര്യങ്ങൾ, ആയുർവേദത്തിന്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ പിള്ളേർക്ക് കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്, കാര്യങ്ങൾ, അത്തർ, അത്യാവശ്യം എല്ലാ ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് ചായപ്പൊടി, കാര്യങ്ങൾ.